ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഡേ 2 ആണ്. ഡേ 2 നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രഷായി കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. റൂമും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു, കുഴപ്പമില്ല. നമുക്ക് സേഫാണ്. നമുക്ക് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. B&B ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ബെഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. റൂം നീറ്റും കാര്യങ്ങളെല്ലാം ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ലോണം ഉറങ്ങാൻ പറ്റി. അപ്പം നമ്മളിന്ന് അടുത്ത കിട്ടിലും ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കും. പിന്നെ നമ്മുടെ കെറിയുടെ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതുകൊണ്ട് ഒന്ന് പോയി കണ്ടേക്കുക. അപ്പം catch you guys. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ടാബേർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ടാബേർട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടാണ് നമുക്ക് ഇനി അവിടെ നിന്ന് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന അയർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ്. നമ്മൾ ക്ലിഫ് ഓഫ് മോറിലോട്ടാണ് പോകുന്നത്. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയ. ശരി, ഞങ്ങളും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പപ്പയും അമ്മയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. ക്ലിഫ് ഓഫ് മോർ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും പോയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തായാലും അപ്പനും അമ്മയും വന്നപ്പോൾ അതിനുള്ള സമയം കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ് ക്ലിഫ് ഓഫ് മോർ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരില്ല. നമ്മൾ ഇന്ന് മെയിൻ ക്ലിഫ് ഓഫ് മോറാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേറൊരു ലൊക്കേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ലൊക്കേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും പറയാം. നല്ല വഴിയും കാര്യങ്ങളായിട്ടാണ്. നമുക്കിവിടെ നമുക്ക് റോഡിനെ പറ്റി ഒന്നും പറയാൻ. റോഡിനെ കിടക്കാച്ച റോഡാണ്, നല്ല സ്ട്രേറ്റ് റോഡും കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ റോഡ് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കയറിയില്ല. റോഡിൻ്റെ വീതി പല ഏരിയയിലും നാരോ റോഡ്സാണ്, അത് മാത്രമേ. പക്ഷേ വ്യൂവും കാര്യങ്ങളെല്ലാം നമ്മളെ കിട്ടിലും നല്ല ഫീലാണ്. നമുക്ക് പ്രകൃതി ശരിക്കും നമ്മൾ ആസ്വദിക്കാൻ വരാം. അപ്പോൾ നമ്മളെന്തായാലും മസ്റ്റായിട്ട് ശരിക്കും വരേണ്ട ഒരു സ്ഥലമുണ്ട് നമ്മുടെ കെറി എന്ന് പറയുന്നത്. കെറിയിൽ വന്ന് കാണാം, അടിപൊളിയാണ്, നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാബേർട്ടിലോട്ട് പോകാം. അപ്പോൾ ടാബേർട്ടിൽ എന്താണെന്ന് നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണാൻ. അവിടെ കിടക്കം വെയിറ്റിംഗ് ആണ്, സർപ്രൈസിങ് വെയിറ്റിംഗ് ഉണ്ട്. നമുക്കൊരു ചിങ്ചാങ്ങിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മെയിൻ പാർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഞങ്ങൾ പറഞ്ഞത് സർപ്രൈസ് ഇതാണ്. സോ നമ്മൾ ഇവിടുന്ന് ഫെറി എടുത്താണ് നമ്മൾ കൗണ്ടി ക്ലിയറിലോട്ട് പോകുന്നത്. നമ്മുടെ ക്ലിഫ് ഓഫ് മോർ കാണാനായിട്ട് ഇവിടുന്ന് ഫെറി എടുത്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫെറി കയറാനുള്ള പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ശരിക്കും അങ്ങ് ദൂരെയായിട്ടാണ് നമ്മുടെ ശരിക്കും പറയാം നമ്മുടെ മെയിൻ ഫെറി കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഓരോ വണ്ടികൾ ഇങ്ങനെ വരിയായിട്ട് നമ്മൾ കയറാൻ നിൽക്കുകയാണ്.
എന്തായാലും അടിപൊളി മൂവ്മെൻറ്റാണ്. ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഞങ്ങൾക്കെല്ലാം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഞങ്ങളുടെ പേരൻസിന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം അവരും ഇതുപോലെ ഫെറിയിൽ അത് കാറ് കയറ്റിയ ഒരു ബോർഡർ കഴിഞ്ഞ് അപ്പുറത്തോട്ട് അവർ പോയിട്ടില്ല ഇതുവരെയായിട്ട്. ഞങ്ങളുടെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്, അവരുടെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതുവരെയായിട്ട് അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. കാരണം ഞങ്ങൾക്കും അത് അറിയില്ലായിരുന്നു എത്രത്തോളം ഇതാകുന്നുള്ള. അപ്പോൾ എന്തായാലും ഇപ്പം അവർക്കറിയാം. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ രക്ഷയില്ല. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. നമുക്കിനി കയറി കയറാൻ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി മന്ദം വെച്ച് നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട ഓരോ വണ്ടികളിങ്ങനെ ക്യൂ ആയിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പോകുന്നത്. നോക്കി ഈ ഇറങ്ങി നമ്മൾ പോകുന്നത് നമ്മുടെ ഫെറിക്കകത്തോട്ടാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ലോറികളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ലോറികളുണ്ടായിരുന്നു, ഇതുപോലത്തെ നമുക്ക് വാനുകളുണ്ട്, പിന്നെ നമ്മുടെ പോലത്തെ കാറുകളുണ്ട്. ഒരു രക്ഷയില്ല, ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഒരു മോസ്റ്റ് എക്സൈറ്റഡ് മൂവ്മെൻ്റ് ആണ് ശരിക്കും ഇപ്പോൾ. യെസ്, അങ്ങനെ നമ്മളിതാ ഫെറിയിലേക്ക് വണ്ടി കയറ്റാൻ പോകുന്ന ഗൈസ്. നമുക്കിവിടെ ഗൈഡ് ചെയ്യാനുള്ളതുണ്ട്. പുള്ളിയാട്ടം നമുക്ക് ഓരോ സെക്ഷനാക്കി ഒരു വണ്ടി നമുക്ക് തരുന്നത്. ഓക്കെ, നമ്മുടെ ഈ നമുക്ക് നമ്മുടെ റൈറ്റിലോട്ട് പോകാനാണ് പുള്ളി പറയാം. ഓക്കെ, നമ്മൾ റൈറ്റ് എടുത്ത് കയറുകയാണ്. യെസ് ഫൈനലി അങ്ങനെ നമ്മൾ ഫെറി കയറി. ശരിക്കും ഇത് ഫെറി എക്സ്പീരിയൻസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ശരിക്കും പറയാം. നമുക്കിങ്ങനെ ഫെറി കയറുക എന്നുള്ളത് ഞാൻ സീരിയസ്ലി. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ശരിക്കും നമ്മൾ കയറി വരുമ്പോൾ കണ്ടത് നമ്മുടെ ബേക്കത്തെ ഫെറിയുടെ ഇത് ക്ലോസ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ മെല്ലെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടികൾ ഇങ്ങനെ നിരത്തി കിടക്കുന്നതാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കും. നമ്മുടെ വണ്ടിയിൽ ഒരു പുറകിൽ ഒരു വണ്ടിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ വിറകിന് കൊണ്ടുവന്ന ഒരു ട്രാക്ടറാണ് കേട്ടോ. ട്രാക്ടറുണ്ട്, ബസ്സുണ്ട്. എന്ത് ദൈവം ഒന്ന് പറയാനുള്ള പൊളി വൈബാണ് ഗൈസ്. പൊളി വ്യൂവും കാര്യങ്ങളെല്ലാം ഒരു ശരിക്കും ഇത് ആ ഫീൽ ചെയ്താലും ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് കയറ്റുന്ന നമുക്കൊരു ഫെറി കയറുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് പോയി ഫോട്ടോസ് എടുക്കാൻ കുറേ പേര് ഫോട്ടോസ് എടുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളും എന്തായാലും ഒന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തൊന്ന് തകർക്കട്ടെ. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ കൗണ്ടി ക്ലെയറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബൈ റോഡ് പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 1.25 മണിക്കൂർ ട്രാവലുണ്ട്. ബട്ട് നമ്മൾ ഇതുപോലെ ഫെറി എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വെറും 20 മിനിറ്റ് ഇല്ല 25 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് നമുക്കെടുക്കാം. ഡ്രൈവ് ചെയ്യണം എന്നുള്ളവർക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫെറി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കൗണ്ടി ക്ലെയറിലോട്ട് പോകാം. നമ്മുടെ കൗണ്ടി കയറിയിൽ നിന്നും കൗണ്ടി ക്ലെയറിലോട്ട് വരാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി മൂവ് ഔട്ട് ചെയ്യാണ്ട് നമ്മുടെ ഫെറി എന്നുള്ളത്. ഫെറി എക്സ്പീരിയൻസ് റിയലി അമേസിങ് ഗൈസ്. ഇവിടെ ചായക്കടയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്നാക്സെല്ലാം കഴിക്കാൻ ഇവിടെ വരാം. ബട്ട് കിടും, നമുക്ക് ഒന്നും പറയാനില്ല. നല്ല വൈബായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറയാൻ റിയൽ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ വീണ്ടും റോഡിൽ ടച്ച് ചെയ്യുന്നു. യെസ്, അപ്പം കൗണ്ടി ക്ലെയർ, വെൽക്കം ടു കൗണ്ടി ക്ലെയർ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്ലിഫ് ഓഫ് മൊഹർ വരുന്നത്. നമ്മുടെ കൗണ്ടി ക്ലെയറിലാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരോട്ടൊക്കെ ജെറ്റെല്ലാം പോകുന്നതാണ് കേട്ടോ. നമുക്ക്
എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് നമുക്ക് ഒന്നുകൂടി റിലാക്സ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്കൊരു കടയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്തായാലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ചെയ്യാം. ഇത് നമ്മുടെ വന്ന ഫെറിയിൽ തിരിച്ചു പോകാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ കൗണ്ടി ക്ലിയർ എന്ന കെറിയിലോട്ട് പോകുന്നവരായിരിക്കും മോസ്റ്റ്ലി ഇവർ. അല്ലെങ്കിൽ ഇനി എങ്ങോട്ടും ഫെറി വേറെ ചേഞ്ച് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നോക്കി നേരുന്ന വണ്ടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് പോകാനായിട്ടുള്ള. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കുതിരകൾ കണ്ടു. അങ്ങനെ കുതിരകളെ കാണാൻ ഇവിടെ എടുത്തു. ഇവിടെ നല്ലൊരു പട്ടി ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാട്ടോ. വരുന്ന വഴി കണ്ടാണ് ഒരു കുതിരകളുടെ ഒരു ഫാമാട്ടോ. ശരിക്കും കുതിരകളെ വളർത്തുന്ന ഒരു ഫാമാണിത്. അങ്ങനെ നമ്മൾ ഫൈനലി ക്ലിഫ് ഓഫ് മാർ എത്തി. അപ്പോൾ ക്ലിഫ് ഓഫ് മാറിലോട്ട് നമ്മൾ എത്തുന്നതാണ്. നമ്മളപ്പം അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. കണ്ട് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ ക്ലിഫ് ഓഫ് മാർ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ പാർക്കിംഗ് കാര്യങ്ങളുണ്ട്. വെൽക്കം ടു. അപ്പോൾ വണ്ടിയായിട്ട് വരുന്നവർക്ക് പേടിക്കൊന്നും വേണ്ട, നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് കിട്ടുമോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ കുറേ പ്രീമിയം വണ്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ബൈക്കുകൾ, പ്രീമിയം ആയിട്ടുള്ള ബൈക്കുകൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കുകയും ചെയ്യാം കേട്ടോ. അഡൽട്സിന് 12, കിഡ്സിന് ഫ്രീ ആണ്. 12 വയസ്സിന് താഴെയുള്ളവർക്ക്, സീനിയർ സിറ്റിസന് 10 euro വെച്ച്, സ്റ്റുഡൻസിനാണെങ്കിൽ 10 euro വെച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ കാർ പാർക്കിംഗ് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. നമ്മുടെ ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. യെസ്, അപ്പം നമ്മുടെ ചേച്ചിമാർ ഇവിടെ ഉണ്ട്. ചേച്ചിമാർ ഒരു നിങ്ങളുടെ ടിക്കറ്റ് തരാവോ യെസ്, അങ്ങനെ അവരുടെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയായി. നമുക്ക് സംഭവം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ലിഫ് ഓഫ് മോറിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ലാവിഷ് പാർക്കിംഗ് ആട്ടോ. നമുക്കിവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലിഫ് ഓഫ് മോർ നമ്മുടെ അയർലാൻഡിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലിഫ് ഓഫ് മോറിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് നടക്കുകയാണ്. വണ്ടിയിൽ ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു സ്പോർട്സ് ബൈക്കുകൾ ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് മെല്ലെ നടന്ന് ഇതിൻ്റെ മണ്ടയ്ക്കാണ്. സൺഡൻ്റെ മണ്ടയിലാണ് നമുക്കിതൊരു വ്യൂവും കാര്യങ്ങളെല്ലാം ഉള്ള അയർലാൻഡിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായ ക്ലിഫ് ഓഫ് മോർ. പൊളിയാട്ടോ. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് വലിയ ബസ്സിന് വരുന്നവർക്ക് അങ്ങനെയുണ്ട് പാർക്കിംഗ് സ്പേസും ഫെസിലിറ്റീസെല്ലാം ഉണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. നമുക്ക് കയറി വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ ഉണ്ട്. ക്ലിഫ് ഓഫ് മോറിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് മാപ്പ് കീ കാര്യങ്ങളും വ്യൂവും പ്ലാറ്റ്ഫോമും, വിസിറ്റേഴ്സ് സെൻറ്റർ ആൻഡ് എക്സിബിഷൻസ്, ക്രാഫ്റ്റേഴ്സ് ആൻഡ് വർക്ക് സ്ട്രീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗൈഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബസ്സും കാര്യങ്ങളെല്ലാം വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ 2 രീതിയിൽ നമുക്ക് പോവാം. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ബഗ്ഗി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് മുകളിലോട്ട് പോകാൻ. അതായത് വയ്യാത്തവർ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ബഗ്ഗി ഇവിടെ ആക്സസ് ചെയ്യാം. ഇല്ലാത്തവർക്ക് നമുക്ക് നടന്ന് കയറാം. 2 വേയിലും നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളുണ്ട്. നമുക്കിനി കോഫി അങ്ങനത്തെ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനത്തെ വേണമെങ്കിൽ, അങ്ങനത്തെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ചായയെല്ലാം കുടിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മെയിൻ എൻട്രൻസ് ലക്ഷ്യമാക്കി നമുക്ക് പോകാം. നെത്തിനെ ഞങ്ങൾ ബഗ്ഗി കയറ്റി വിട്ടു. നിത്യ ബഗ്ഗിലേക്ക് ഇങ്ങനെ കയറി ബഗ്ഗി ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നിത്യ ബഗ്ഗിൽ മുമ്പിലിരുന്ന് കോ ഡ്രൈവറായിട്ട് പോവുകയാണ്. നിത്യ പോകുന്നതാണ്. Cool, thank you. Yeah, all right, thank you. അങ്ങനെ അവരും മമ്മിയും ജോഫട്ടും കൂടെ മുകളിൽ പോകും. ഇല്ല ഇറങ്ങത്തില്ല. നമ്മളിപ്പോൾ ക്ലിഫ് ഓഫ് മോറിൻ്റെ ഏറ്റവും അടിയിലാണ്. അടിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇതുള്ളത്. നമുക്ക് 2 സൈഡിൽ കൂടെ നമുക്ക് മുകളിലോട്ട് പോകാം. മലയിലോട്ട് കയറി നടക്കാം. ഇവിടെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ. എനിക്ക് ആൾക്കാർ ഈ കുഞ്ഞതായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരാണ്. ആൾക്കാരിങ്ങനെ നടന്ന് കുറേ നടന്ന് അങ്ങനത്തെ മല വരെ പോകാം. ഈ ലാസ്റ്റ് മല വരെ ആൾക്കാരുണ്ട്. അവിടം വരെ ആൾക്കാർക്ക് പോകാൻ പറ്റും. നമ്മളെന്തായാലും ഇപ്പം നിത്യയും മമ്മിയും കൊച്ചും പോയ വഴിയെ ഞാനും പപ്പയും കൂടെ
നടന്നു കയറാൻ പോവാണ്. നമ്മൾ ഇതിൽ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോവുക. അപ്പോൾ ഇപ്പുറത്ത് തന്നെ നമുക്ക് ശരിക്കും വീൽ ചെയർ അക്സസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിലും പോവാം, അവർക്കും കയറി പോവാം. ഇവിടെ 2 ചേച്ചിമാർ പാട്ടെല്ലാം വായിക്കുന്നുണ്ട് കയറി പോകുന്നവർക്ക് വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് 2 പാട്ട്. ബഗ്ഗി പോകുന്നവർക്ക് ഇതുപോലെ ബഗ്ഗിൽ പോയി തിരിച്ചു വരാം. അങ്ങനെ നമ്മളിവിടെ സ്റ്റെപ്പ് കയറി മെല്ലെ നടക്കുകയാണ് ഞാൻ അപ്പനും കൂടെ. അങ്ങനെ നമ്മൾ ക്ലിഫ് ഓഫ് മൗണ്ട് ഒരു സൈഡിൽ ഒരു ഭാഗം പിടിച്ചു, നമ്മൾ ഏകദേശം മുകളിൽ പിടിച്ചു. ഇവിടെ നമ്മൾ അടുത്ത സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല ഫീലാണ്. ക്ലിഫ് ഓഫ് മൗണ്ടിൻ്റെ ഫീലുണ്ടല്ലോ, അടിപൊളിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ബീച്ചും. ഇത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു എത്രയുണ്ട് ഇതിൻ്റെ ഭംഗി എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കടൽ വന്നിങ്ങനെ പാറയിൽ അടിക്കുന്നത് കാണാം. ഒരു അക്ഷരം പാറയിൽ അടിക്കുന്നത് കാണാം. നല്ല ഭംഗിയാണ്, എന്ത് ഭംഗിയാണെന്നറിയാം, അടിപൊളി ഭംഗിയാണ്. കിട്ടിലും വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടിലും വ്യൂ. ഒരു രക്ഷയില്ല, അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയില്ല, ഒന്ന് സ്കിഡിലാണ്. ക്ലിഫ് ഓഫ് മൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട സ്ഥലമാണ്. അയർലൻഡിലുള്ളവർ എക്സ്പെഷ്യലി ഇല്ല, നിങ്ങൾ പേരൻസിനെയും കൊണ്ട് എല്ലാം വരുമല്ലോ, വേറെ ആരെങ്കിലും ടൂറിസ്റ്റ് നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകണം, അവരെയും കൊണ്ട് വന്ന് കാണേണ്ട സ്ഥലമാണ്. നമ്മളതിൽ അയർലൻഡിലുള്ളവരെങ്കിലും അത്രയും കിടുവന്ന് എന്ന് പറഞ്ഞാൽ കിഡു വ്യൂവും കാര്യങ്ങളുമാണ്. നല്ലൊരു വൈബാണ്. വമ്പഫിൽ എന്ന് പറഞ്ഞാൽ വമ്പഫിൽ. ഞങ്ങൾ ഏകദേശം ഒരു അറ്റം വരെ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ മടുത്തു. അത്യാവശ്യം നല്ലോണം വാക്ക് ചെയ്യാനുണ്ട് പറഞ്ഞാണ്. ഹായ്. സോ നടക്കാൻ അത്യാവശ്യം നല്ലോണം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും അറ്റം വരെ ഞങ്ങൾ പിടിച്ചില്ല. ഞങ്ങൾ നല്ല പകുതിക്കാക്കിയത്
പകുതിയല്ല, ഓൾമോസ്റ്റ് 3/4 ഭാഗത്തോളം നമ്മൾ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ തിരിച്ചു കടന്നു. കാരണം നമുക്ക് അങ്ങേറ്റം വരെ പോയി പിന്നെ കുറേ നടക്കാൻ തിരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ കാണാൻ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 3/4 ഭാഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വഴിയിൽ നിന്ന് തിരിച്ചു പോന്നു. നമ്മൾ ഏകദേശം അറ്റം വരെ പോയി. നമുക്ക് മനസ്സിലാവില്ല, ശരിക്കും ഒരു 4-5 കിലോമീറ്റർ നടക്കാനുണ്ട് എൻ്റെ ആത്തോടെ ഒരു സൈഡ് തന്നെ പറഞ്ഞത്. അപ്പോൾ അടിപൊളിയാണ്, വരേണ്ട സ്ഥലമാണ്, നല്ല ഫീലായിട്ട്, പിന്നെ നല്ല കാറ്റ്. പിന്നെ ഇപ്പോഴാണല്ലോ നമുക്ക് നല്ല കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പം വരിക, എൻജോയ് ചെയ്യുക, നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. കേരളയിൽ വന്ന് നിങ്ങൾ കേരളയിലല്ല, കേരളമാണ് നിങ്ങൾ ക്ലിഫ് ഓഫ് മാർ കണ്ടില്ലെങ്കിൽ ரொம்ப മിസ്സിങ് തന്നെയാണ്. ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്, ഒരുപാട്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഏകദേശം 10,000-ന് മുകളിൽ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ടാവും. അത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. UK എന്നാലും ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. UK എന്നായാലും പല രാജ്യങ്ങളിൽ നിന്നായാലും നമുക്ക് അവിടുത്തെ വണ്ടികൾ കാണാം. ഫ്രാൻസിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അവിടുത്തെ വണ്ടിയുടെ നമ്പറും രജിസ്ട്രേഷനെല്ലാം കാണുമ്പോൾ നമുക്കറിയത്തില്ല. അവിടെ നിന്ന് മസ്റ്റ് വിസിറ്റാണ്. കിടു എന്ന് പറയാം, കിടുക്കാച്ചി. How many people? Three? Yeah. 1 minute. Sure. ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പല സാധനങ്ങളുടെയും ഡീറ്റെയിലിങ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂവും കാര്യങ്ങളൂടെ കിട്ടും. അടിപൊളിയാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് മുകളിലോട്ട് എത്താനായിട്ട്. എന്തായാലും നമുക്ക് മുകളിൽ കയറിയിട്ട് എൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടെ നിന്നാണ് അവർ പറയുന്ന ഏറ്റവും അടിപൊളി വ്യൂവും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ക്ലിഫ് ഓഫ് മാറിൻ്റെ. അപ്പം ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഫുള്ളി കവേർഡാട്ടോ, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ്, സേഫ്റ്റി ആയിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയില്ല, നമുക്ക് ചെറുതായിട്ട് നമുക്ക് വ്യൂവും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. തിരിച്ചും എത്തി നമ്മൾ മമ്മിയും ജോക്കട്ടും കൂടെ ബഗ്ഗി കയറി. അവർ ബഗ്ഗി പോവാണ്. ഞാൻ അപ്പനും കൂടെ വീണ്ടും താഴോട്ട് നടക്കുന്നു. ബഗ്ഗി ഫെസിലിറ്റീസ് ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ സീനിയർ സിറ്റിസൺ അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാൻ വയ്യ അങ്ങനെയുള്ളവർക്കൂടെ നമുക്ക്, അല്ല പിന്നെ തീരെ കുഞ്ഞു പിള്ളേർക്കെല്ലാം ഉണ്ട്, കിഡ്സിനുണ്ട്. അല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ബഗ്ഗി അവർക്ക് എല്ലാവർക്കും അവൈലബിൾ അല്ല. നമ്മൾ പ്രായം അനുസരിച്ചും പിന്നെ പ്രഗ്നൻ്റ് ലേഡി അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇല്ല എന്തെങ്കിലും കുഴപ്പമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഗ്ഗി യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ. അതാകുമ്പോൾ അങ്ങനെ കയറി അതെല്ലാവരും തന്നെ അങ്ങനെ പോകും. ഇതിലേക്കൂടെ പോയി നോക്കിയാൽ ഒരു ചെറിയ മാത്രമേ. She was like, maybe the next time I watch him go, I'll pick up things more. And I was like, yeah, you will. And then she was like, just text me last night in group chat. Oh no, Dobby just died. ഇത് അവരുടെ ഒരു എക്സിബിഷൻ കേന്ദ്രം കേട്ടോ. ഇതും ഒരു മസ്റ്റ് വിസിറ്റാണ്. കാരണം നമ്മളൊരു ചെറിയൊരു ഗുഹയ്ക്കകത്ത് പോലെയാണ് ഇത് മൊത്തം ഉള്ളത്, കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. പക്ഷേ ഇത് കയറാതെ പോലെ നമ്മൾ പലരും ഇതിൻ്റെ അകത്ത് എന്തിനാണ് കയറുന്നത് അങ്ങനെ ഓർത്തിട്ട് നമ്മൾ പോകും. പിന്നെ ഇതിൻ്റെ റെസ്റ്റ് റൂമുണ്ട്, പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു 3D കാണിക്കുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ക്ലിഫ് ഓഫ് മാറിൻ്റെ ഒരു 3D ഫോം, 3D ആണോ 5D ആണോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നറിയില്ല, എൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചായ കാപ്പി അങ്ങോട്ട് കുടിക്കാനുള്ള ചെറിയ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ ഫുഡും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ലിമിറ്റഡ് ഫുഡും കാര്യങ്ങളും എല്ലാം ആണ്. ബട്ട് നല്ല തിരക്കാണ്. ഇവിടുത്തുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം ആണ് എൻ്റെ അകത്തുള്ളത്. ഒരു എക്സിബിഷൻ
നേരത്തെ പറഞ്ഞ 3D അല്ല ഗൈസ്, ഇത് 4D എക്സ്പീരിയൻസ് ആണ്. ദ ലഡ്ജ് 4D എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സിബിഷൻ്റെ അകത്താണുള്ളത്. അപ്പോൾ ഇതും കൂടെ വന്ന് കാണാൻ കിട്ടലുമാണ്. നമുക്ക് അടുത്ത ഷോ വരുന്നത് ഇനി 49 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷോ കണ്ടു കഴിഞ്ഞു. ബട്ട് അൾട്ടിമേറ്റ് ആട്ടോ, ഒരു രക്ഷയില്ല, റിയൽ എക്സ്പീരിയൻസ് ആണ്. ക്ലിഫ് ഓഫ് മോഹറിനോട് വിട പറയുന്നു. വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും ക്ലിഫ് ഓഫ് മോഹറിനോട് നമ്മളിവിടെ നിന്ന് യാത്ര പറയുകയാണ്. നമ്മൾ ഒരു സ്ഥലം കൂടെ പോകുന്നുണ്ട്, നോക്കാം. മാക്സിമം നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഇല്ല. ഇത് വെച്ച് നമ്മൾ നമ്മുടെ ക്ലിഫ് ഓഫ് മോഹർ വെച്ച് തന്നെ അതിൻ്റെ ക്ലിഫ് ഓഫ് മോഹർ കുറെ കാണാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിഫ് ഓഫ് മോഹർ വെച്ച് ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഗൈസ് മറ്റൊരു വീഡിയോ വീണ്ടും കാണും വരെ. ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.